भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ. യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ നമ്മൾ ഇന്ന് ദശമസ്കന്ധത്തിലെ 88-ാമത്തെ അധ്യായം ആണ് വിചാരം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 25 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ അനുസ്മരിച്ചു. 26-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. മഹാദേവൻ വൃകാസുരന് വിശേഷമായിട്ടുള്ള ഒരു വരം കൊടുത്തു. തൻ്റെ കയ്യ് ആരുടെ തലയിൽ സ്പർശിക്കണോ അയാൾ ഭസ്മമായിട്ട് തീരും, അല്ലെങ്കിൽ അയാൾക്ക് മരണം സംഭവിക്കും എന്ന് മഹാദേവൻ, ആ സംഹാരരുദ്രൻ അനുഗ്രഹം കൊടുത്തു. വൃകാസുരൻ തൻ്റെ കയ്യ് മഹാദേവന്റെ ശിരസിൽ തന്നെ വെക്കാനായിട്ട് പുറപ്പെടുന്നു. അപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. മഹാദേവന് വന്ന ഈ ഭയത്തെ അഭയമാക്കി മാറ്റാൻ ദേവന്മാർക്ക് ആർക്കും സാധിച്ചില്ല എന്നാണ്. അങ്ങനെയാണ് മഹാദേവൻ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നത്. എത്ര നാരായണ സാക്ഷാന്യാസിനാം പരമാഗതി ശാന്താനാം ന്യസ്തദണ്ഡാനാം യതോ നാവർത്തതേ ഗതാ. ശാന്താനാം ന്യസ്തദണ്ഡാനാം, ശാന്തന്മാരും ഉപേക്ഷിക്കപ്പെട്ട ദണ്ഡത്തോടു കൂടിയവരുമായ ന്യാസിനാം, സന്യാസികളുടെ പരമാഗതി, ഉത്കൃഷ്ടമായ ഗതി സാക്ഷാൽ നാരായണൻ, ആ ഭഗവാൻ. എത്ര ആസ്തെ, എവിടെയാണോ ഇരിക്കുന്നത്, ഗത, അവിടേക്ക് എത്തിയവൻ, യഥ, യാതൊരുവനിൽ നിന്ന് ആവർത്തതെ, ആവർത്തിക്കുന്നില്ല. വൈകുണ്ഠത്തിന്റെ പ്രത്യേകത പറയുകയാണ്. വൈകുണ്ഠത്തിൽ ഭഗവാൻ ശ്രീമന്നാരായണൻ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. രാഗം, ലോഭം തുടങ്ങിയ വൃത്തികളെ അടക്കി പരദ്രോഹ പ്രവർത്തികൾ ഉപേക്ഷിച്ച് സകല വിഷയങ്ങളിൽ നിന്നും വിരക്തി നേടിയ സന്യാസികള് പരമപുരുഷാർത്ഥ രൂപമായിരിക്കുന്ന പ്രാപ്യസ്ഥാനം, അവരുടെ ഗതി എന്നുള്ളത് ഈ വൈകുണ്ഠമാണ്. ഇവിടേക്ക് എത്തിയ ആളുകൾക്കോ അവർക്ക് പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. അവർ ജനിമൃതികളിൽ നിന്നൊക്കെ മോചനം നേടുന്നു. നിത്യാനന്ദമായ വൈകുണ്ഠത്തിലേക്ക്, കുണ്ഠിതങ്ങളില്ലാത്ത വിഷ്ണുലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ വിഷ്ണുലോകമാണ് വൈകുണ്ഠം. തം തഥാവ്യസനം ദൃഷ്ട്വാ ഭഗവാൻ വൃജിനാർദ്ദന ദൂരാത്
പ്രത്യുതിയാൽ ഭൂത്വാ വടുകോ യോഗമായയാ തഥാ വ്യസനം തം വൃജിനാർദിനഃ. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ശിവനെ ദുഃഖത്തെ നശിപ്പിക്കുന്ന ഭഗവാൻ ശ്രീമൻ നാരായണൻ ദൃഷ്ടുവ കണ്ടിട്ട് യോഗമായയാ യോഗമായ കൊണ്ട് വടുകഃ ഭൂത്വ ബ്രഹ്മചാരി വടു വാമനവേഷം സ്വീകരിച്ചിട്ട് ദൂരാത് പ്രത്യുതിയാൽ അവിടുന്ന് ദൂരത്ത് നിന്ന് തന്നെ എതിരേറ്റ് സ്വീകരിച്ചു എന്നാണ്. ആരെ സ്വീകരിച്ചു? മഹാദേവനെ സ്വീകരിച്ചു എന്നല്ല, വൃകാസുരൻ തന്റെ നേരെ വന്നപ്പോ ആ വൃകാസുരനെ സ്വീകരിച്ചു. ചിലയിടത്ത് സ്ത്രീവേഷം ധരിച്ചു എന്ന് പറയാറുണ്ട്. മോഹിനി രൂപത്തിൽ വന്നു, വൃകാസുരന്റെ കൂടെ നൃത്തം വെച്ചു, എന്നിട്ട് ആ വൃകാസുരനെ താൻ നൃത്തം വെക്കുന്നത് പോലെ തൻ്റെ ആ പലതരത്തിലുള്ള അംഗചലനങ്ങളിലൂടെ തൻ്റെ കയ്യ് തൻ്റെ തലയിൽ വെച്ചപ്പോൾ വൃകാസുരനും തൻ്റെ തലയിൽ കൈവച്ചു എന്ന് ചിലര് പറയാറുണ്ട്. ഭാഗവതത്തിൽ ഭൂത്വാ വടുകോ യോഗമായയാ എന്നാണ്. അപ്പോ വടുകഃ ഭൂത്വാ ബ്രഹ്മചാരിയുടെ രൂപത്തിലേക്ക് മാറി. എന്നിട്ടോ ആ ബ്രഹ്മചാരിയുടെ സ്വരൂപം എങ്ങനെയാന്നാ പറയണത്? മേഖലാജിനദണ്ഡാക്ഷൈ തേജസാഗ്നിരിവജ്വലൻ അഭിവാദയാമാസ ച തം കുശപാണിർവിനീതവൽ. വാമനമൂർത്തിയായിട്ട് അതിഥി കശ്യപന്മാരുടെ പുത്രഭാവത്തിൽ ഭഗവാൻ 4 തൃക്കൈകളോടുകൂടി അവതരിച്ച് പിന്നീട് യഥാനട ഒരു നടനെ പോലെ വേഷം മാറി. ഇവിടെയും അതെ, ഈ മഹാദേവനെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ പെട്ടെന്ന് വേഷം മാറി. മേഖലാജിനദണ്ഡാക്ഷൈ മുഞ്ഞക്കയറ്, അതുകൊണ്ടുള്ള മേഖല, കൃഷ്ണമൃഗ ചർമ്മം, കൃഷ്ണമൃഗ തോലുകൊണ്ടുള്ള ആ തൻ്റെ ഉത്തരീയം പോലെയുള്ള ആ ആഭരണം എന്ന് വേണമെങ്കിൽ പറയാം. ദണ്ഡ്, ജപമാല, അതേപോലെ തേജസ് കൊണ്ട് അഗ്നീവ, അഗ്നി എന്നതുപോലെ ജ്വലൻ പ്രകാശിക്കുന്നവനായി, കുശപാണി പാണിയിൽ ആ കുശ പിടിച്ചും കൊണ്ട്, വിനീതവൻ വളരെ വിനയമുള്ളവനെ പോലെ തം അഭിവാദയാമാസ ച ആ വൃകാസുരനെ അഭിവാദ്യം ചെയ്തു. ബ്രഹ്മചാരി വേഷം, അരയിലെ മുഞ്ഞക്കയറ്, മാറിൽ കൃഷ്ണാജിനം കൃഷ്ണമൃഗത്തിന്റെ തോല്, കയ്യില് ആ ദണ്ഡ്, മറ്റൊന്നില് ജപമാല, ശരീരത്തു നിന്ന് പുറപ്പെടുന്ന കാന്തി കൊണ്ട് സാക്ഷാൽ അഗ്നിദേവനാണ് എന്ന് തോന്നുന്ന തരത്തിൽ കയ്യിൽ ദർഭപുല്ല് പിടിച്ചേക്കണു. വളരെ വിനയാന്വിതൻ എന്നതുപോലെ അവനോട് സംസാരിച്ചു. ആസുരീയമായ ഭാവമുള്ള ഇവന്റെ അടുത്ത് അത്ര വിനയൊന്നും കാണിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അവനിൽ വിശ്വാസമുണ്ടാവാൻ വേണ്ടി ഭഗവാൻ വളരെ വിനയമുള്ളവനെ പോലെ വിളിക്കുകയാണ്. ശാകുനേയ ഭവാൻ വ്യക്തം ശ്രാന്തക്കിം ദൂരമാഗത ക്ഷണം വിശ്രമ്യതാം പുംസ ആത്മായം സർവകാമധുക്ക. ശാകുനേയ, ശകുനിയുടെ പുത്ര, വൃകാസുരനെ വിളിക്കുകയാണ്. ഭവാൻ ശ്രാന്ത, അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. വ്യക്തം കിം ദൂരം ആഗത, അത് ഉറപ്പാണ്, അങ്ങ് എവിടെ നിന്നോ വന്നേക്കാണ്. എന്തിനാണ് ഇത്രയും ദൂരത്തിലേക്ക് വന്നത്? ക്ഷണം വിശ്രമ്യതാം, കുറച്ചു നേരം വിശ്രമിച്ചോളൂ. പുംസ അയം ആത്മാ, അങ്ങയുടെ ഈ ശരീരം സർവകാമധുക്ക്, സകല ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതാണ്. നല്ല ശരീരമുള്ള ആളുകൾക്ക് മാത്രമേ അവനവന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അതിനെ ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിച്ച് ക്ഷീണിപ്പിച്ച് ക്ലേശിപ്പിക്കരുത് എന്ന് ഭഗവാൻ വൃകാസുരനോട് പറയുന്നു. യതിന ശ്രവണായാലം യുഷ്മദ്വ്യവസിതം വിഭോ ഭണ്യതാം പ്രായശ പുംഭിർധൃതൈ സ്വാർത്ഥാൻ സമീഹത്തെ. വിഭോ, ഭഗവാൻ വൃകാസുരനെ വിളിക്കുകയാണ്. ഹേ സമർത്ഥ, യുഷ്മദ്വ്യവസിതം, നിങ്ങളുടെ നിശ്ചയം നാ ശ്രവണായ, ഞങ്ങളുടെ ശ്രവണത്തിനായിക്കൊണ്ട്, അലം യതി, സമർത്ഥമെങ്കിൽ, ഭണ്യതാം, അങ്ങനെയാണെങ്കിൽ പറയൂ. പ്രായശ ധൃതൈ പുംഭി, പ്രായേണ ധരിക്കപ്പെടുന്നവരായ പുരുഷന്മാരോടുകൂടി സ്വാർത്ഥാൻ സമീഹത്തെ, സ്വന്തം കാര്യങ്ങളെ സാധിക്കുന്നു.
നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങളോട് പറയാൻ മടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാൻ വിരോധമില്ലെങ്കിൽ ഞങ്ങളോട് പറയൂ. ജനങ്ങൾ സഹായികളായി ചേരുന്ന പുരുഷന്മാരോട് കൂടിയാണ് സ്വന്തം കാര്യങ്ങൾ പറയുക. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ സാധിക്കാവുന്നതാണെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം. അങ്ങയുടെ കാര്യസാധ്യത്തിൽ ഞാൻ സഹായിക്കാം. എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഏവം ഭഗവതാ പൃഷ്ടോ വചസാമൃതവരിഷിണ ഗതക്ലമോ അബ്രവീൽ തസ്മൈ യഥാ പൂർവമനുഷ്ഠിതം ഏവം അമൃതവരിഷിണ വചസ. ഇങ്ങനെ അമൃതതുല്യമായിരിക്കുന്ന അമൃതവരിഷം പോലെയുള്ള ഭഗവാന്റെ വാക്കുകളെ കേട്ടിട്ട് ഭഗവതാ പൃഷ്ട, ഭഗവാനാൽ ചോദിക്കപ്പെട്ടവൻ ആ വൃകാസുരൻ, ഗതക്ലമഃ, ക്ഷീണമൊക്കെ തീർന്ന്, യഥാപൂർവം അനുഷ്ഠിതം, മുമ്പ് താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അതിനനുസരിച്ച് തസ്മൈ അബ്രവീൽ, ആ ഭഗവാനോട് പറഞ്ഞു. വടുവാമന വേഷത്തിൽ ബ്രാഹ്മണകുമാരനായി ബ്രഹ്മചാരിയായി നിൽക്കുന്ന ഭഗവാന്റെ അടുത്ത് വൃകാസുരൻ, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ അല്ലേ, പക്ഷേ ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാൻ ചോദിച്ചു. എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാത്തതായിട്ട് ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. എങ്കിലും അറിയാത്തവനെ പോലെ ഭഗവാൻ നടിച്ചു. വൃകാസുരൻ കാര്യങ്ങൾ യഥാതഥ എന്തൊക്കെയാണോ സംഭവിച്ചത് അതൊക്കെ അതേപോലെ ഭഗവാനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഭഗവാൻ വീണ്ടും വൃകാസുരനോട് പറഞ്ഞു, ഏവം ചേത്തർഹി തദ്വാക്യം നവയം ശ്രദ്ധധീമഹി യോ ദക്ഷശാപാൽ പൈശാച്യം പ്രാപ്ത പ്രേത പിശാചരാട്. ഏവം ചേത്, ഇങ്ങനെയാണെങ്കിൽ, ഇപ്രകാരമാണെങ്കിൽ, തർഹി തദ്വാക്യം, അവന്റെ വാക്യത്തെ വയം ന ശ്രദ്ധധീമഹി, ഞങ്ങള് വിശ്വസിക്കണില്ല. കാരണം എന്താ? യാ ദക്ഷശാപാൽ, ഏതൊരുവനാണോ ദക്ഷന്റെ ശാപം കൊണ്ട് പ്രേതപിശാചരാൻ, പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും ഒക്കെ രാജാവായി, പൈശാച്യം പ്രാപ്ത, പിശാചന്മാരുടെ വൃത്തിയെ പ്രാപിച്ചവനായി മാറിയത്. മഹാദേവനെ കുറിച്ച് പറയുകയാണ്. ശിവൻ തന്ന വരം വിശ്വാസ്യമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങൾ ശിവനെ ഭജിക്കാറില്ല. കാരണം ദക്ഷശാപം കൊണ്ട് ശിവൻ പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും അധിപതിയായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാള് നൽകിയ വരം എങ്ങനെയാണ് ഫലിക്കുക? ഒരിക്കലും ഫലിക്കില്ല എന്ന ഞങ്ങളുടെ ഒരഭിപ്രായം. സത്യത്തിൽ ഞങ്ങൾ ശിവനെ ഭജിക്കാറേയില്ല. യദിവസ്തത്ര വിശ്രംഭോ ദാനവേന്ദ്ര ജഗദ്ഗുരോ തർഹ്യങ്കാശു സ്വശിരസി ഹസ്തം ന്യസ്യ പ്രതീയതാം. ദാനവേന്ദ്ര, അസുരന്മാരുടെ അധിപതിയായിരിക്കുന്നവനെ, ദേവേന്ദ്രൻ ദേവന്മാരുടെ ഇന്ദ്രൻ, ദാനവേന്ദ്രൻ ദാനവന്മാരുടെ ഇന്ദ്രൻ. ഇവിടെ നിങ്ങൾക്ക് ജഗദ്ഗുരു, ലോകഗുരുവായ തത്ര യതി വിശ്രംഭ, അവനിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ, ഞങ്ങളൊന്നും വിശ്വസിക്കണില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, തർഹി, അങ്ങനെയാണെങ്കിൽ, അങ്കേ, അല്ലയോ പൂജ്യനായിരിക്കുന്നവനെ, സ്വശിരസി ഹസ്തം ന്യസ്യ, സ്വന്തം തലയില് ആ കയ്യങ്ങട് വെച്ചിട്ട്, ആശു പ്രതീയത, വേഗം അതിനെ പരീക്ഷിച്ചോളൂ. അതല്ലേ നല്ലത്? ശിവൻ ജഗദ്ഗുരുവാണ്, ലോകഗുരുവാണ് അവൻ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ സത്യം, ആ പറഞ്ഞ വാക്ക് സത്യമല്ലാതെ ആയി തീരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോരെ? എന്തിനാണ് ഇങ്ങനെ ശിവന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്? അതിനു പകരം സ്വന്തം ശിരസിൽ കൈയൊന്ന് വെച്ച് ഒന്ന് നോക്കുക. എന്നിട്ട് ശിവന്റെ പിന്നാലെ പോവല്ലേ നല്ലത്. വെറുതെ എന്തിനാ ഈ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണത്? മഹാദേവനെ രക്ഷിക്കാൻ ഭഗവാന്റെ പുതിയ ഉപായം. യദ്യ സത്യം വച ശംഭോ കഥഞ്ചിൽ ദാനവർഷഭ തദൈനം ജഹ്യ സദ്വാചം നയദ്വക്താനൃതം പുനാ. ദാനവർഷഭ, ദാനവശ്രേഷ്ഠ, ശംഭോ വചഃ, ആ ശിവന്റെ വാക്ക്, കഥഞ്ചിൽ, ഏതെങ്കിലും വിധത്തിൽ, അസത്യം യതി, അസത്യമാണെങ്കിൽ, തദ, അപ്പോ, അസദ്വാചം, അസത്തായ വാക്കിനെ സംസാരിക്കുന്ന ഇവനെ, ജഹി, വധിക്കൂ. ആരെ? മഹാദേവനെ കൊന്നോളൂ എന്നാണ്
കാരണം യത് പുന അനൃതം ന വക്ത, പിന്നെ ഒരിക്കലും നുണ പറയില്ലല്ലോ. നമുക്ക് അബദ്ധം പറ്റി, ഇനി മറ്റൊരാളെ അവൻ പറ്റിക്കാതിരിക്കണമെങ്കിൽ ആ ശിവനെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ദാ ഓർമ്മിപ്പിച്ചു. ഇദ്ധം ഭഗവതശ്ചിത്രൈർവചോഭിസ്സുപേശലൈ ഭിന്നധീർവിസ്മൃതശീഷ്ണി സ്വഹസ്തം കുമതിർവ്യഥാൽ ഇദ്ധം ഭഗവത. ഇങ്ങനെയുള്ള ഭഗവാന്റെ ചിത്രൈ സുപേശലൈ, ഭ്രമിപ്പിക്കുന്ന ഏറ്റവും രമ്യങ്ങളായ വാക്കുകളിൽ ഭിന്നധി, ബുദ്ധി ഭ്രമിച്ച ആ വൃകാസുരൻ വിസ്മൃത, വിസ്മരിച്ചു, എല്ലാം മറന്നുപോയി. സ കുമതി, കുൽസിത ബുദ്ധി, കുമതി, അങ്ങനെയുള്ള ആ കുബുദ്ധിയോടുകൂടിയവൻ ശീർഷ്ണി സ്വഹസ്തം വ്യഥാൽ, തൻ്റെ തലയിൽ തന്നെ തൻ്റെ കയ്യ് വെച്ചു. ബുദ്ധിഭ്രമം വരുന്ന തരത്തിലാണ് ഭഗവാന്റെ വാക്കുകൾ. തന്നെ മറന്നുപോയി, പറഞ്ഞതിൻ്റെ അർത്ഥം പോലും ധരിക്കാനുള്ള ബുദ്ധി അവനുണ്ടായില്ല. ഉടനെ തന്നെ എന്തു ചെയ്തു? ഭഗവാൻ പറഞ്ഞു, ദാ ഇങ്ങനെ കൈ വെച്ചോളൂ, നമുക്ക് നോക്കാലോ എന്ന് പറയലല്ല, ആ ശിവനെ കൊല്ലാം എന്ന് വിചാരിച്ച അവൻ സ്വയം അവിടേതാ മരിച്ചു വീഴാൻ പോവാണ്. കയ്യ് ശിരസിൽ അങ്ങോട്ട് വെച്ചു. അധാപതൽ ഭിന്നശിര വജ്രാഹത ഇവ ക്ഷണാൽ ജയശബ്ദോ നമശബ്ദ സാധുശബ്ദോ ഭവദ്ദിവി. അധ വജ്രാഹത, ഈ സമയത്ത് വജ്രം കൊണ്ട് ഹനിക്കപ്പെട്ടവൻ എന്നതുപോലെ ക്ഷണാത്, പെട്ടെന്ന്, ഭിന്നശിര, ഭേദിച്ച ശിരസോട് കൂടിയവനായി അപതൽ, താഴെ വീണു. ജയശബ്ദം, നമശബ്ദം, സാധുശബ്ദം ദിവി അഭവൽ, ഇതൊക്കെ ആകാശത്ത് ഉണ്ടായിരുന്നാണ്. തലയിൽ അങ്ങോട്ട് കൈവച്ചു. ഉടനെ ഇടുത്തീ വീണതുപോലെ തലയങ്ങോട്ട് പൊട്ടിത്തെറിക്കുക, അതല്ലെങ്കിൽ ഭസ്മമാവുക, അങ്ങനെയൊക്കെ പലതും പറയാറുണ്ട്. തല പിളർന്ന് ഭൂമിയിൽ വീണു. ആകാശത്ത് ഭഗവാന്റെ അത്ഭുതകരമായ ഈ ദാനവനെ നിഗ്രഹിക്കുന്ന വാമനലീല കണ്ടപ്പോ ആകാശത്ത് നമശബ്ദം, ജയശബ്ദം, നന്നായി നന്നായി എന്നിങ്ങനെ ഉറക്കെ അവിടുന്ന് ഇങ്ങനെ കേൾക്കപ്പെട്ടു. പിന്നെയോ മുമ്പുച്ചു പുഷ്പവരുഷാണി ഹതേ പാപേ വൃകാസുരേ ദേവർഷി പിതൃഗന്ധർവ മോചിത സങ്കടാശിവ. പാപേ, പാപിയായിരിക്കുന്ന വൃകാസുരൻ ഹതേ, ഹനിക്കപ്പെട്ടപ്പോ ദേവർഷി പിതൃഗന്ധർവ, ദേവൻ ഋഷികള്, പിതൃക്കള്, ഗന്ധർവന്മാരൊക്കെ പുഷ്പവർഷം ഉണ്ടായി, പുഷ്പങ്ങളെ മോചിപ്പിച്ചു, അവിടുന്ന് മുമുച്ചു. ശിവനോ സങ്കടാത് മോചിത, ആകാശത്ത് നിന്ന് പുഷ്പങ്ങൾ മോചിപ്പിക്കപ്പെട്ടു, ശിവൻ സങ്കടത്തിൽ നിന്നും മോചിക്കപ്പെട്ടു. ദേവന്മാര് ആ പങ്കജങ്ങളെ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോ ഇവിടെ സങ്കടത്തിൽ നിന്നും ആ പങ്കജധാരിയായ ഭഗവാൻ മഹാദേവനെ രക്ഷിച്ചു എന്ന് പറയുന്നു. മുക്തം ഗിരിശമഭ്യാഹ ഭഗവാൻ പുരുഷോത്തമ അഹോ ദേവ മഹാദേവ പാപോയം സ്വേന പാപ്മന ഹത കോനു മഹൽസീഷ ജന്തുർവൈ കൃതകിൽബിഷ ക്ഷേമീ സ്യാൽ കിമു വിശ്വേഷേ കൃതാഗസ്കോ ജഗദ്ഗുരൗ. മുക്തം ഗിരിശം, ആ മോചിപ്പിക്കപ്പെട്ട സങ്കടത്തിൽ നിന്ന് മോചിതനായ ശിവനോട് ഭഗവാൻ പുരുഷോത്തമ, ഭഗവാനായ ഷഡ്ഗുണപരിപൂർണനായ പുരുഷോത്തമനായിരിക്കുന്ന മഹാവിഷ്ണു അഭ്യാഹ പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? ദേവ മഹാദേവ, ഹേ ദേവ മഹാദേവ, അയം പാപഹ, ഈ പാപി സ്വേന പാപ്മന, തന്റെ പാപം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു. അഹോ കഷ്ടം. ഈശ, അല്ലയോ ഈശ്വര, മഹത്തുക്കളിൽ കൃതകിൽബിഷ, ചെയ്യപ്പെടുന്ന പാപങ്ങളോടുകൂടിയ ക ജന്തു, ഏതൊരു ജീവനാണ്, ഏതൊരു പ്രാണിയാണ് ക്ഷേമി, ക്ഷേമമുള്ളവനായി മാറുന്നത്. വിശ്വേശേ, വിശ്വത്തിന്റെ ഈശ്വരനായ ജഗദ്ഗുരു, ലോകഗുരുവിൽ നിന്നും കൃതാഗസ്ക, അപരാധത്തെ ചെയ്തവൻ കിമു, പിന്നെ പറയണോന്നാണ്. പാപം ചെയ്ത ഇവൻ ഇതാ കൊല്ലപ്പെട്ടു, അത് അവൻ ചെയ്ത പാപങ്ങളെ കൊണ്ട് തന്നെയാണ്, അല്ലാതെ
മറ്റൊരാളുടെ പ്രവൃത്തി കൊണ്ടല്ല, അവൻ ചെയ്ത പാപങ്ങളുടെ ഫലം അവൻ അനുഭവിച്ചു. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് പാപകർമ്മങ്ങൾ ചെയ്താൽ പാപിയായിട്ട് തീരും, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ പുണ്യം ലഭിക്കുകയും ചെയ്യും. ഇവൻ പാപകർമ്മം കൊണ്ട് കൊല്ലപ്പെട്ടു, ഞാൻ കൊന്നതല്ല എന്ന് ഭംഗ്യന്തര്യേണ ഭഗവാൻ പറയുകയാണ്. കാരണം അങ്ങയുടെ ഭക്തന്മാരായ മഹാത്മാക്കളിൽ ചെയ്യുന്ന അപരാധം പോലും പൊറുക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെ വന്നാൽ അങ്ങയുടെ ഭക്തന്മാരെ ദ്രോഹിച്ചാൽ തന്നെ ഏതൊരു ജീവനാണ്, ഏതൊരു ജന്തുവാണ് ക്ഷേമത്തിലേക്ക് എത്തുക? അങ്ങനെ അങ്ങയുടെ ഭക്തന്മാരെ ദ്രോഹിച്ചവന് പോലും ഇങ്ങനെ സംഭവിക്കുമെന്നിരിക്കെ അങ്ങയെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം പറയണോ? അവൻ നശിക്കുമെന്നുള്ളതിൽ വേറെ എന്ത് തെളിവാണ് വേണ്ടത്? ഭഗവാൻ പറയുകയാണ്, യ ഏവമവ്യാകൃതശക്ത്യുദന്വതാം പരസ്യ സാക്ഷാൽ പരമാത്മനോഹരേ ഗിരിത്രമോക്ഷം കഥയേൽ ശൃണോതി വാ വിമുച്യതേ സംസൃതിഭിസ്തധാരിഭി. അവ്യാകൃതശക്ത്യുദന്വത, അവ്യാകൃതയായ ശക്തിയുടെ സമുദ്രമായും സാക്ഷാത് പരമാത്മനഃ പ്രത്യക്ഷമായ പരമാത്മാവായും പരസ്യ പരനായിരിക്കുന്ന ആ ഹരിയുടെ ഗിരിത്രമോക്ഷണം, ഗിരിത്രമോക്ഷം ഗിരീശനായ ശിവനെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച ഈ ചരിത്രം യാ കഥയത ആരാണോ പറയുന്നത്, ശൃണോതിവ കേൾക്കുന്നത്, സ അവൻ സംസൃതിഭി സംസാരങ്ങളാലും തഥാ അരിഭി അതേപോലെ തന്നെ ശത്രുക്കളാലും വിമുച്യത്തെ വിമോചിക്കപ്പെടുന്നു. വാക്കിനും മനസ്സിനും വിഷയമല്ല ഭഗവാൻ, അല്ലേ? അവ്യാകൃത ശക്തിയുദന്വത, അങ്ങനെ ശക്തിയുടെ നിധാനമായി സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന ശ്രീഹരി, ആ മഹാദേവനെ ഹരനെ രക്ഷിച്ച സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച കഥ ആരാണോ പാടുന്നത്, ആരാണോ കേൾക്കുന്നത്, അവർക്ക് എല്ലാ സംസാര സങ്കടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സങ്കടങ്ങളിൽ നിന്നും ഒക്കെ തന്നെ മോചനം നേടാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ, സംസാര സങ്കടവും അതേപോലെ ശത്രുവിൽ നിന്നുണ്ടാവുന്ന സങ്കടവും അയാളെ ബാധിക്കുകയില്ല എന്ന ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശിവബ്രഹ്മർഷി ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിൽ രുദ്രമോക്ഷണം എന്ന 88ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം,
നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.